രതി, സത്യം പറഞ്ഞാൽ ഞാനാണ് അപരാധി. കാമദേവൻ എന്നെ സഹായിക്കുവാനാണ് ശ്രമിച്ചത്. അതിനാലാണ് ഈ ഗതി ഉണ്ടായത്. ദേവരാജ, അങ്ങയുടെ ദുർദശ കണ്ട് എൻ്റെ സ്വാമി സ്വയം അങ്ങയുടെ സഹായത്തിനെത്തിയതാണ്. ഇതിൽ അങ്ങ് തെറ്റുകാരനല്ല. ആരറിഞ്ഞു പരിണാമം ഇതായിരിക്കുമെന്ന്? വിധിയുടെ ലിഖിതം ആർക്ക് മനസ്സിലാക്കാനാകും? ഇനി ഇതൊരാധാരമേ ഉള്ളൂ എനിക്ക്. എൻ്റെ പ്രിയ ദേവന്റെ ഭസ്മം ഭസ്മമായി മറ്റൊന്നുണ്ടാകാൻ ഇത് തന്നെയല്ലാതെ. താരകാസുരനോട് എതിർക്കാൻ വന്നു കാമദേവൻ. അപ്പോൾ ഇത് തന്നെ സംഭവിക്കും. ഇത് തന്നെ. നീ വിശ്വസിച്ചിരുന്നു. നിന്റെ പുഷ്പബാണം കൊണ്ട് നീ ശിവവിവാഹത്തിന് വഴിയൊരുക്കുമെന്ന്, ശിവപുത്രൻ ജനിക്കുമെന്ന്, അവൻ എന്നെ വധിക്കുമെന്ന്, അങ്ങനെ ഞാൻ മരിച്ചു പോകുമെന്ന്. ജഗത്തിന് മുഴുവനും അറിയാം ആരാണ് മരിച്ചുപോയതെന്ന്. അപ്പോഴിനി ശിവപുത്രൻ ജനിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ബ്രഹ്മാവിന്റെ വരദാനം അനുസരിച്ച് ഞാൻ അമരനാണ്. എന്നെ ആർക്കും വധിക്കാനാകില്ല, ആർക്കുമാവില്ല. സേനാപതി, എന്നെ ആർക്കെങ്കിലും കൊല്ലാനൊക്കുമോ? ഇല്ല മഹാരാജ. ആർക്ക് മരിക്കണമോ അവൻ അങ്ങയെ വധിക്കുന്ന കാര്യം ആലോചിക്കും. നടക്കട്ടെ ഈ പ്രസന്നതയുടെ അവസരത്തിൽ കുറച്ചാനന്ദം, ഗാനം, നൃത്തം. ആജ്ഞാപിച്ചാലും മഹാരാജൻ. ഓ, കൊണ്ടുവാ ഇന്ദ്രന്റെ അപ്സരസുകളെ, കാമദേവന്റെ മരണത്തിൽ കണ്ണീരൊഴുക്കുന്നവരെ. പറ അവരോട് എന്റെ മുന്നിൽ നൃത്തം ചെയ്യാൻ. കൊണ്ടുവാ. മധുര. എന്റെ പുത്രി പാർവതി തപസ്വിനിയുടെ വേഷത്തിൽ? ഹാ പിതാവേ, അങ്ങയുടെ പുത്രി തപസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പാർവതി, എനിക്ക് നിന്റെ ഈ രൂപം കാണാൻ കഴിയില്ല. നിന്റെ ഇച്ഛയും മനസ്സിലാകുന്നില്ല. എന്റെ പിതാവായിട്ടും അങ്ങ് എന്റെ ആഗ്രഹം അറിയുന്നില്ലെങ്കിൽ മറ്റാർക്കറിയാനാകും? എന്നെ തപസ് ചെയ്യുവാൻ അനുവദിച്ചാലും പിതാവേ. കാമദേവൻ ഭസ്മമായതിനു ശേഷം ശിവാരാധനയ്ക്ക് എന്തർത്ഥമാണ് മകളെ? എല്ലാം വ്യർത്ഥം. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിനക്കൊരു യോഗ്യനായ വരനെ തേടി നിന്റെ വിവാഹം നടത്താം. ഇല്ല പിതാവേ, ഇല്ല. ഇത്തരം കഠോരമായ വാക്കുകൾ കേൾക്കുന്നത് തന്നെ എനിക്ക് സഹിക്കാനാകില്ല. ഞാൻ ജന്മജന്മാന്തരങ്ങളിലേക്കായി സദാശിവനെ എന്റെ പതിയായി സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ഒരു അന്യ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക, നാമം ശ്രവിക്കുക കൂടി എന്റെ ധർമ്മത്തിനും ചാരിത്രത്തിനും വിരുദ്ധമാണ്. പാർവതി, നീ നിന്റെ വാക്കുകളെ അടക്കണം. ഒപ്പം നിന്റെ മാതാപിതാക്കളുടെ മാന്യതയെ കൂടി ഓർക്കണം. നിന്റെ നാക്കും നിന്റെ വാക്കും എല്ലാം നിന്റെ പ്രായത്തിനേക്കാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്തതമ്മേ? ഇതുവരെ വിശേഷിച്ചൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ നീ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ
അത് ഉചിതമാണോ? നീ രാജകുമാരിയാണ്. രാജഗൃഹത്തിൽ രാജകീയ സമൃദ്ധിയിലാണ് നീ വളർന്നു വന്നത്. ശിവൻ നിമിത്തം ശിവ ആരാധന പിന്നെ തപസ്സും ചെയ്യുവാനുള്ള അനുമതി ഞാൻ ഒരിക്കലും നൽകുകയില്ല.